കോട്ടയം പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മേളനങ്ങൾ കണ്ട് മടുത്ത പട്ടണമാണ്. ഒരുപാട് സമ്മേളനങ്ങൾക്ക് ചെവി കൊടുത്ത പട്ടണമാണ്. ഒരുപക്ഷേ അത് പ്രതിഷേധ സമ്മേളനങ്ങളായിരിക്കാം, വിശദീകരണ സമ്മേളനങ്ങളായിരിക്കാം, ഗവൺമെന്റിനോട് ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കാം, ഈ പട്ടണത്തിനെതിരെ ആവശ്യങ്ങളെ വിളിച്ചു പറയുന്നതായിരിക്കും. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു സമ്മേളനം ഈ തെരുവോരത്ത് നടക്കുമ്പോൾ ഇത് കേൾക്കാതെ പോകരുത് എന്ന് ഈ ദേശവാസികളോട്, ഇതിലെ കടന്നു പോകുന്ന മനുഷ്യ ജീവിതങ്ങളോട് ഞങ്ങൾ പറയുക. ഈ ജാഥ, ഈ ബോധവൽക്കരണ സന്ദേശ യാത്ര സംഘടിപ്പിച്ചത് CSI മധ്യകേരള മഹായിടവകയുടെ യുവജന പ്രസ്ഥാനമാണ്. എല്ലാം സാമൂഹ്യ തിന്മകളോട് പടപൊരുന്നതില്, അടരാടുന്നതില് മുന്നണി പടയാളികളായി നിന്ന, പോർ മുഖങ്ങൾ തുറന്ന യുവതുർക്കികളായ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഏറ്റെടുക്കുന്നത്. കാരണം കേരളത്തിലെ യുവജനങ്ങള്, കേരളത്തിലെ കൊച്ചു പൈതങ്ങള്, കേരളത്തിലെ വിദ്യാർത്ഥികള് ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം, എല്ലാവരും ഒരുപോലെ തലകുലുക്കി സമ്മതിക്കുന്ന ഒരു പ്രശ്നം, ഇതൊരു പ്രതിസന്ധിയാണെന്ന് പറയുന്ന കേരള ജനത, ദിവസം തോറും പത്രം വായിച്ച് ഇതിനൊരു അറുതി വരണമെന്ന് പറയുന്ന കേരള ജനത, പിന്നെന്തേ ഇതിനൊരു അറുതി ഉണ്ടാകാത്തത്? അത് ഇന്ന് ഈ സന്ദേശയാത്രയില് ഈ ഒരു കൂട്ടം യുവാക്കള് ഉയർത്തിക്കാട്ടുകയാണ്. ഇതൊരു സന്ദേശയാത്ര മാത്രമല്ല, ഒരു മുന്നറിയിപ്പിന്റെ യാത്രയാണ്. ഇതൊരു സന്ദേശയാത്ര മാത്രമല്ല, ഇതൊരു കണക്കെടുപ്പിന്റെ യാത്രയാണ്. ഇതൊരു സന്ദേശയാത്ര മാത്രമല്ല, ഇത് എരിഞ്ഞടങ്ങുന്ന, ലഹരിയിൽ ഹോമിക്കപ്പെടുന്നതായ മനുഷ്യജീവിതങ്ങളെ അതിനോട് സഹതാപം കാണിക്കുന്ന മനുഷ്യത്വമുള്ള ഒരു കൂട്ടം ആളുകളുടെ സന്ദേശയാത്രയാണ്. വർഷങ്ങളായി മധ്യകേരള മഹായിടവക നെഞ്ചേറ്റുന്ന ഒരു പ്രവർത്തനമാണ് ലഹരി വിരുദ്ധ പ്രവർത്തനം. മദ്യവർജന പ്രസ്ഥാനത്തിലൂടെ പതിറ്റാണ്ടുകൾ മുമ്പേ ആരംഭിച്ച് ഇന്ന് മദ്യം ഒരു വലിയ പ്രത്യേകതയുള്ള കാര്യമല്ല എന്ന് വന്നിരിക്കുന്ന കേരള ജനതയോട് എങ്കിലും മടുത്തു പോകാതെ ആവർത്തിച്ച് മദ്യപാനത്തിന്റെ പ്രശ്നം, വീടുകളിൽ എത്തുന്നതിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ തളരാതെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യുവജന പ്രസ്ഥാനം. എന്നാൽ ഇന്ന് മദ്യത്തെക്കാൾ ഗുരുതരമായ പ്രതിസന്ധി, ഒരു സമയത്ത് മദ്യപാനത്തിലെ എരിഞ്ഞടങ്ങുന്ന ജീവിതങ്ങളെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അതിന് പുതിയൊരു ടൈറ്റില്, പുതിയൊരു മുഖമുദ്ര കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ലഹരിയിൽ എരിഞ്ഞടങ്ങുന്ന ജീവിതങ്ങൾ. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ചില നാളുകൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ഒരു വാർത്ത, സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. കേരളത്തിലെ പ്രശസ്തമായ ഒരു പള്ളിക്കൂടത്തില്, ഒരു വനിതാ പള്ളിക്കൂടത്തില് സംഭവിച്ച ഒരു കാര്യം, ഒരു സ്റ്റാഫ് റൂമില് ഒരു ഭാര്യ കിടന്ന് ഉറങ്ങിയാണ്. അവള് എന്താണ് ഉറങ്ങുന്നത്, ബോധക്കേടാണോ പ്രശ്നമാണോ എന്നോർത്ത് സാറന്മാരിങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. എഴുന്നേൽപ്പിച്ചിരുത്തിയപ്പോൾ ചില ചേഷ്ടകൾ കാണിക്കുകയാണ്. അവൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ അധ്യാപിക നോക്കിയപ്പോൾ തട്ടിത്തെറിപ്പിച്ചു, ആ അധ്യാപികയുടെ മുഖത്തടിച്ചു. എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിക്കുന്നതായിട്ടുള്ള ലഹരിയുടെ അടിമയായി തീർന്നിരിക്കുകയാണ് കേവലം 8ാം ക്ലാസ്സുകാരി. അത് ആ സ്കൂളില് ഒരു പ്രശ്നമായിരുന്നു. അവിടുത്തെ PTA ഉണർന്നു, അവിടുത്തെ സമൂഹം ഉണർന്നു. അന്വേഷിച്ചപ്പോൾ 6ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ പൊതി, 4ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ പൊതി, 4ാം ക്ലാസ്സുകാരന്റെ പൊതി കൊണ്ടുപോകാനുള്ള വാഹനമായിട്ട്, ഇംഗ്ലീഷ് കാരിയർ എന്നൊക്കെയാ പറയുന്നത്, എന്തുവാണെങ്കിലും ഒന്ന് തന്നെയാണ്. ബാല്യത്തെ കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള, യുവതയെ കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള, കേരളത്തിന്റെ ഭാവി കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള, കേരളത്തെ ഒരു നരകമാക്കി തീർക്കുന്നതായിട്ടുള്ള, കേരളത്തെ ഒരു കൂട്ടം കഴിവില്ലാത്ത ആളുകളുടെ ഒരു സമൂഹമാക്കി മാറ്റുന്നതായിട്ടുള്ള ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന ലഹരി മാഫിയ പടർന്ന് പന്തലിക്കുന്ന ഒരു കാലത്ത് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുക.
എനിക്കും നിങ്ങൾക്കുമൊക്കെ ബോധമുണ്ടെന്നാ പറയുന്നത്. ഇന്ന് ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ ഓൾറെഡി പറയും, അയ്യോ ഞങ്ങൾക്ക് ബോധമുണ്ട്, പിന്നെ എന്തേ പ്രവർത്തിക്കാത്തെ, എന്തേ പടവരുതാത്തെ? ഇന്ന് യുവജന പ്രസ്ഥാനം, CSI മധ്യകേരള യുവജന പ്രസ്ഥാനം തങ്ങളുടെ സഹോദരങ്ങൾ എരിഞ്ഞടങ്ങുന്നതിൽ ദുഃഖിക്കുന്ന ഈ കേരള സമൂഹത്തിലെ യുവത അവരുടെ ശൈക്ഷണികമായ അനുഗ്രഹങ്ങള്, അവരുടെ നൈസർഗികമായ കഴിവുകള്, അവരുടെ ജോലിയിൽ ഉപയോഗിക്കേണ്ട കഴിവുകള്, അവരുടെ ഭവനങ്ങളിൽ പ്രയോജനപ്പെടേണ്ട കഴിവുകള്, അവരെ ഒരു രാഷ്ട്രത്തിന് നൽകേണ്ടതായിട്ടുള്ള നന്മകള് എല്ലാ വലിഞ്ഞടങ്ങുന്ന കണ്ടുകൊണ്ട് വേദനപ്പെടുന്നതായിട്ടുള്ള, ഇനിയും മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, ഇനിയും സംവേദനക്ഷമത നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, ഇനി ഹൃദയം തടിച്ചു പോകാത്ത ഒരു കൂട്ടം യുവജനങ്ങള് സടകൊടിഞ്ഞെഴുന്നേൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഒരു അഗ്നി പടർത്തുകയാണ്, ഇവിടെ തിരികത്തിക്കുകയാണ്. കോട്ടയം നിവാസികളെ സംബന്ധിച്ചിടത്തോളം കോട്ടയം വളരെ പ്രബുദ്ധമായൊരു പട്ടണമാണ്. കോട്ടയം വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാണ്. വിദ്യാഭ്യാസം മനുഷ്യ ജീവിതത്തിന് അനുഗ്രഹം നൽകിയതായിട്ടുള്ള ഒരു പട്ടണമാണ്. CSI സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ അക്ഷരം പഠിപ്പിച്ച ഒരു പാരമ്പര്യമാണ് CSI സഭയ്ക്ക്. ഇവിടെ ധാർമ്മികത ഉയർത്തിയൊരു ഒരു പാരമ്പര്യമാണ് CSI സഭയ്ക്ക്. ഇവിടെ മനുഷ്യരെ മൃഗമായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പടപൊരുതിയ ഒരു ചരിത്രമാണ് CSI സഭയ്ക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ
സ്വഭാവാസക്തിയോ? കൊള്ളാലോ. എന്തിനധികം പറയുന്നു? എന്റെ കാര്യം നോക്ക്. 1000 രൂപ കൂലി കിട്ടുന്ന ആള് 800 രൂപ ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചെറിയ ആളാണോ ചേട്ടാ? ഒന്ന് പറഞ്ഞേ. എനിക്കിവിടെ അറിയാം. ഇവന്റെ അനിയൻ ഫോണാസക്തി. മുലോടി മാറാത്ത കൊച്ചു പിള്ളേര് വരെ അവന്റെ ആൾക്കാരാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ പോലെ പറഞ്ഞു നടക്കാറൊന്നുമില്ല. നമ്മുടെ ലഹരി കുടുംബത്തിൽ അതുകൊണ്ടാ പലർക്കും ഞങ്ങളെ മനസ്സിലാവാതെ പോകുന്നത്. ഇങ്ങനെ നടക്കുന്നവരുടെ വീട്ടിൽ പോയി തിരക്കണം ഞാൻ ആരാണെന്ന്. പിന്നെ അല്ലാതെ വീട്ടിൽ പോയി എന്ത് നോക്കാനാ? ഊഹിക്കാലോ. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ലഹരി അടിമയുടെ വീട്ടിൽ സമാധാനം കാണുമോ? കഞ്ചാവേ, നമ്മുടെ ലഹരി കുടുംബത്തിൽ ഇത്രയും പ്രഗത്ഭനായ ഒരുത്തനുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള അംഗീകാരം അവന് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് പോലും ആവോളം ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഞാൻ ശരിക്കും ഓർത്തത് ഞങ്ങൾ സബ്സ്റ്റൻസ് വസ്തുക്കൾ ലഹരിയായത് മാത്രമേ ഉള്ളൂ ലഹരികളെന്നാണ്. ക്ഷമിക്കുക ചേട്ടാ. അനിയ ഇതാരാടാ? ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത്ര പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ജാട കഞ്ച. ബൈ ദ വേ, ഞാനിവിടെ പുതിയതാ. മൈ നെയിം ഈസ് മെഥിലിൻ ഏലിയാസ്, ഡയോക്സിൻ ഏലിയാസ്, മെത്താംഫെറ്റമിൻ ഏലിയാസ് ജാക്കി. പീപ്പിൾസ് കോൾ മീ MEMA. ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നീട് ഒരിക്കലും വിട്ടുമാറാത്ത കടുത്ത അടിമത്തം ഉണ്ടാക്കുന്ന ദുരന്തമാണിവൻ. ഈ പിടിയിൽ കൊച്ചുകുട്ടികൾ മുതൽ ഇന്ന് പെട്ടുപോകുന്നു. 3 ദിവസം വരെ ഉത്തേജനം ഉണ്ടാവുമെങ്കിലും ഉപയോഗിക്കുന്നവർ 10 വർഷത്തിലധികം ജീവിക്കാൻ സാധ്യതയില്ല. ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നിലയ്ക്ക് പല നിഷ്കളങ്കരായ കുട്ടികളും ഇന്ന് മാറുന്നുണ്ട്. കടുത്ത ഡിപ്രഷൻ, സൂയിസൈഡ് ചിന്ത, സുബോധം നഷ്ടപ്പെടുത്തൽ ഇവ ഉണ്ടാക്കുന്ന ഇവനെ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയ സഹ ആസക്തികളെ, വളരെ വേഗം വളരുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. സ്വഭാവപരവും വസ്തുപരവുമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഒന്നാണ്. നമ്മുടെ ശീലങ്ങളുള്ള ഏതൊരാൾക്കും കുറഞ്ഞത് 5C ഗുണങ്ങൾ ഇവരിൽ ഉണ്ടാകും. ഉണ്ടായാൽ ഉറപ്പിച്ചോ, ആ ആള് നമ്മുടെ ആസക്തി കുടുംബത്തിന്റെ പിടിയിലായെന്ന്. എന്തൊക്കെയാണെന്ന് അറിയാലോ അല്ലേ? പിന്നെ ക്രേവിംഗ്, കൊതി. എത്ര ഉപയോഗിച്ചാലും ഈ കൊതി തീരത്തില്ല. 2 കോപ്പിംഗ്, താതാത്മ്യപ്പെടുക. പിന്നെ അവന്റെ ലോകം മുഴുവനും ഈ ആസക്തിയുടെ ചുറ്റിലാണ്. കമ്പൽസീവ്നെസ്, 3ാമത്തെ സംഗതി. വലിയ കാര്യമൊന്നുമില്ല, നിർബന്ധ ബുദ്ധി. ആസക്തിയല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന ചിന്ത. 4 കൺട്രോൾ, നിയന്ത്രണം. സമ്പൂർണമായും ആ വ്യക്തിയുടെ ജീവിതത്തിന് നിയന്ത്രണം ആസക്തി ഏറ്റെടുക്കും. 5ാമൻ കോൺസിക്വൻസ്, അപകടം അറിഞ്ഞാലും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മുടെ പിടിയിൽ നിന്ന് വിട്ട് ജീവിപ്പാൻ ഇവരെ അനുവദിക്കരുത്. ലഹരി ആഘോഷങ്ങൾ തുടങ്ങട്ടെ.
സമയത്ത് നിനക്ക് ലഭ്യമായ ആ സുബോധത്തിന്റെ തിരിച്ചറിവുകൾ നീ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. സുബോധത്തിന്റെ തിരിച്ചറിവോ? അതെ, പലർക്കും അറിയാതെ പോകുന്ന ആ സുബോധത്തിന്റെ തിരിച്ചറിവ്. ഏതൊക്കെയാ സുബോധത്തിന്റെ തിരിച്ചറിവുകൾ? ഒന്ന് പറയാമോ? ലഹരിയുടെ ഉപയോഗം നിന്റെ ജീവിതത്തെ തകർക്കുന്നുവെന്നും നിന്റെ ആസക്തി രോഗത്തിന്റെ ഉത്തരവാദി മറ്റാരുമല്ല താൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് നിന്നെ മാറ്റാൻ സഹായിച്ചത്. ഒരു സഹായം തേടാൻ നീ സന്നദ്ധനായതാണ് നിന്നെ രക്ഷിച്ചത്. കൗൺസിലിങ്ങും ചികിത്സയും ആൽക്കഹോളിക് അനോണിമസ് പോലെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട സഹോദരങ്ങളുടെ കൂട്ടായ്മയുമാണ് നിന്നെ രക്ഷിച്ചത്. ജീവിതത്തിൽ പലപ്പോഴും ഈ ലഹരിയുടെ പിടിയിൽപ്പെടാതിരിക്കാൻ നോ എന്ന് പറയാൻ കഴിയുന്നതാണ് നിന്നെ രക്ഷിച്ചത്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ നോ എന്ന് ഉറക്കം പറയാൻ കഴിയുന്നവനാണ് ലഹരിയുടെ പിടിയിൽ നിന്ന് കുതിരി മാറുവാൻ സാധിക്കുന്നതും. ലഹരിയിൽ ഒരുക്കപ്പെട്ട ആള് പിന്നീട് ഒരു പോരാളിയാണ്. ലഹരിയുടെ ബന്ധത്തിൽ വീഴാതെ രക്ഷപ്പെട്ട പൊരുതുന്ന പോരാളി. കഴിവതും ലഹരിയുടെ പിടിയിൽ വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും സമയങ്ങളിൽ നിന്നും ആൾക്കാരിൽ നിന്നും മാറി നടക്കണം. ഇത് അപകട സൂചനകളാണെന്ന് ബുദ്ധിപൂർവം മനസ്സിലാക്കിയാണ് രക്ഷപ്പെട്ടത്. ജീവിതം തീർന്നു എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്ന് ഇനിയും അവസരങ്ങളുണ്ടെന്നുള്ള യഥാർത്ഥ തിരിച്ചറിവാണ് ഒരാളെ പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വരാൻ സഹായിക്കുന്നു. ദൈവത്തിന്റെ അളവറ്റ സ്നേഹം നിറഞ്ഞ ആ കരുണ നിനക്കുണ്ടായിരുന്നു. നന്ദിയുണ്ട്. സന്തോഷവും സുബോധവുമുള്ള ഒരു ജീവനം തിരിച്ചു തന്നതിന്, ഈ നാടിനെ സുബോധത്തിലേക്ക് നടത്തിയതിന്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ലഹരിയിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ ഉടൻ ജീവിതം മാത്രം ലഹരിയാക്കുവാൻ തീരുമാനമെടുത്ത് ലഹരി ജീവിതം അവസാനിപ്പിക്കുന്നതിന് ആവശ്യ സഹായം തേടുക. നിങ്ങളുടെ പരിചയത്തിലോ അറിവിലോ ആരെങ്കിലും ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് രോഗമാണെന്നുള്ള തിരിച്ചറിവിൽ അവർക്ക് അർഹിക്കുന്ന ചികിത്സ നൽകുവാൻ തയ്യാറാകുക. ശവപ്പെട്ടിക്ക് മാറ്റിവെച്ചിരിക്കുന്ന പണം മതി പലപ്പോഴും ലഹരിയിൽ നിന്ന് പലരെയും മോചിപ്പിക്കാൻ. വരൂ, നമുക്ക് ഈ ഗാനം ഒരുമിച്ച് പാടാം. ലഹരി കാർന്നു തിന്നുന്ന കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ രാജ്യത്ത് സ്വസ്ഥത അനുഭവിക്കാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഓരോ പ്രഭാതത്തിലും ഇനിയും ലഹരിയിലേക്കില്ല എന്ന് മനസ്സിൽ 1000 വട്ടം പറഞ്ഞിട്ടും വീണുപോകുന്ന സഹോദരന്മാരുടെ നിസ്സഹായതയുടെ മുമ്പിൽ ഇനിയും നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു നിങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം നൽകിയും ഈ കലാരൂപം നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ നൽകിയ നല്ല ആദരവിന് നല്ല നമസ്കാരം. ഈ ദൃശ്യാവിഷ്കാരം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച CSI യുവജന പ്രസ്ഥാനത്തിലെ സുഹൃത്തുക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. CSI മധ്യകേരള മഹായുവജന പ്രസ്ഥാനം നയിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനും നമ്മോട് സംസാരിക്കുവാനുമായി കടന്നുവന്ന മധ്യകേരള മഹായുവകയുടെ ബിഷപ്പ് റവറൻഡ് മലയിൽ സാബു കൃഷി ചെറിയാൻ തിരുമേനിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് പ്രസിഡന്റ്, യുവജന പ്രസ്ഥാന അംഗങ്ങളെ, എന്നെ കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ദിവസം അവസാനിക്കുകയാണല്ലോ, സന്ധ്യയോടടുക്കുന്നു. പകലത്തെ അധ്വാനങ്ങൾക്കൊക്കെ ശേഷം അവരവരുടെ വീട് ചേരുന്നുള്ള തിരക്കിലാണ് നിങ്ങൾ ഓരോരുത്തരുമെന്ന് തിരിച്ചറിയുന്നു.
എന്നാൽ ആ തിരിച്ചറിവിനോടൊപ്പം തന്നെ മറ്റു ചില തിരിച്ചറിവുകൾ കൂടെ ഉണ്ടാകണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇവിടെ സമീപമുള്ള CSI മധ്യകേരള മഹാ ഇടവകയിലെ യുവജനങ്ങളുടെ ഒരു കൂടിവരവാണിത്. ആ യുവജനങ്ങൾ ഇന്ന് രാവിലെ ആരംഭിച്ചു. തിരുവല്ല മുതൽ പല സെന്ററുകളിലായി ഈ ലഹരിയെപ്പറ്റി, ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി ഇതുപോലെ നാടകരൂപത്തിലും ആളുകളെ ബോധവൽക്കരിക്കുന്ന തെരുവ് നാടകങ്ങളിലൂടെ അതിൻ്റെ തീവ്രത മനസ്സിലാക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. എങ്ങനെ ഈ ലഹരിയിൽ നിന്ന് വിമുക്തി നേടണം എന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു യുവജന പ്രസ്ഥാനത്തിന്റെ പരിശ്രമം. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു യജ്ഞമല്ലിത്. ഇതൊരു തുടക്കം മാത്രമാണ്. പലയിടങ്ങളിലായി പ്രകാരമുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ലഹരി? ലഹരിയുടെ വിപത്ത് എന്താണ്? അതെന്താണ് ഈ നാടിന് ചെയ്യുന്നത്? ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിലേറ്റവും എളുപ്പമുള്ള മാർഗം ഇന്നത്തെ ഇളം തലമുറയെ വഴിതെറ്റിച്ചാൽ മതി. ആ ഇളം തലമുറയെ ബുദ്ധിമാന്യമുള്ളവരാക്കി മാറ്റിയാൽ ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു നാടിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും. ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ നാട്ടിൽ വിദേശ മിഷണറിമാരെത്തി വിദ്യ അഭ്യസിപ്പിച്ചു, അക്ഷരം പകർന്നു നൽകി, പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. പെൺകുട്ടികൾക്ക് വീടിനുള്ളിൽ തളച്ചിടപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് പഠിക്കുന്നതിന് ബേക്കർ കുന്നിൽ വിദ്യാലയം ആരംഭിച്ചു. CMS കോളേജ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി, ഇംഗ്ലീഷ് കോളേജായി ആരംഭിക്കപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ നാടിന്, കോട്ടയത്തിന് ലഭിച്ച അത്യപൂർവമായ ബഹുമതികൾ അനവധിയാണ്. 100% ലിറ്ററസിയുള്ള നാട് കോട്ടയം. ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന നാട്. പലതിനും പ്രസിദ്ധമാണ്. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇവിടെ ആരംഭിക്കപ്പെട്ടതും കോട്ടയത്താണ്. അതുകൊണ്ട് ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു നാട്ടിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. അതിന്റെ ഇളം തലമുറയാണ് നാം. എന്നാൽ നാം ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? നാം ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു കോട്ടയംകാരനെ കാണാം. കാരണം അവൻ അത്രമാത്രം വിദ്യ അഭ്യസിച്ചു, ആ സാംസ്കാരികമായി വളർന്നു, വിദ്യാഭ്യാസത്തിൽ മുന്നേറി. ഇതിന്റെയൊക്കെ ഫലമായി ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാൽ ഒരു കോട്ടയം നിവാസിയെ കാണുന്നതിന് സാധിക്കും. അവൻ അത്രമാത്രം വിദ്യാസമ്പന്നനായി, കഠിനാധ്വാനിയ. ഇന്ത്യക്ക് വെളിയിൽ എവിടെ പോയാലും കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാതെ ആത്മധൈര്യത്തോടെ വേല ചെയ്യുന്ന ഒരുപറ്റം ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം കേരളത്തിന് വെളിയിൽ നിന്ന് ആളുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ നാടിന് എന്തു പറ്റി എന്നുള്ളത് നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യുവതലമുറയെ ഇല്ലായ്മ ചെയ്യുന്ന, കാർന്നു തിന്നുന്ന കെമിക്കൽ ഡ്രഗുകളുടെ പിടിയിൽ അമർന്നു പോയിരിക്കുന്നു എന്നതല്ലേ യാഥാർത്ഥ്യം. എന്നെ വേദനിപ്പിച്ച ഒരു വലിയ യാഥാർത്ഥ്യം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരാൾ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ഈ കേരളത്തിൽ ഒരുപക്ഷെ 1000-ൽ ഒരാളായിരിക്കാം, 10,000-ൽ ഒരാളായിരിക്കാം ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് ലഹരിയെ പറ്റി അത്രമാത്രം ലഹരി പിടിച്ച് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ വ്യക്തി നിന്റെ മകനാണെങ്കിൽ, നിന്റെ സഹോദരനാണെങ്കിൽ, നിന്റെ സഹോദരിയാണെങ്കിൽ നിന്റെ ചിന്ത എന്തായിരിക്കും? നിന്റെ ഭാരം എന്തായിരിക്കും? അത് നിന്നെ എത്രമാത്രം അലട്ടുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നാം ഓർക്കേണ്ടിയതാ, ഒരു വ്യക്തിയാണ് അതിന് അടിമപ്പെടുന്നതെങ്കിൽ അത് നിന്റെ മകനോ, നിന്റെ മകളോ, നിന്റെ സഹോദരനോ, നിന്റെ സഹോദരിയാകുമ്പോൾ നിന്റെ വീടിന്റെ ശാന്തി നഷ്ടപ്പെടുകയല്ലേ, നിന്റെ വ്യക്തി ജീവിതത്തിന്റെ ശാന്തി നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കണം, ജാഗ്രതയോടെ പ്രവർത്തിക്കണം, ആളുകളെ ബോധവൽക്കരിക്കണം. ഇത് മാരക വിഷമാണെന്നും അത് കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്തുമെന്നും മനുഷ്യന്റെ സൽബുദ്ധി നഷ്ടപ്പെടുത്തുന്നുവെന്നും നാം ആളുകളെ ബോധവൽക്കരിക്കണം. നമ്മളതിനെപ്പറ്റി ബോധമുള്ളവരാകണം. ആ ബോധ്യം നമുക്ക് മറ്റുള്ളവർക്ക് പങ്കുവെക്കുവാൻ സാധിക്കണം. ഒരു സമയത്ത് അധ്യാപകർ
ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തിയ വലിയൊരു അത്താണിയായിരുന്നു. ഇന്ന് എന്ത് സംഭവിച്ചു? അധ്യാപകരുടെ കൈകെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്കൂളിൽ പോയാൽ ബാഗ് തുറന്നു നോക്കാൻ ഒക്കത്തില്ല, ശാസിക്കാൻ ഒക്കത്തില്ല, പോയി പഠിപ്പിച്ചിട്ട് കടന്നു പോകണമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. അവരെ ആക്കി തീർത്തു. അതല്ലേ യാഥാർത്ഥ്യം? അതുകൊണ്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നതെന്ന് ഒരു ഭാഗത്ത് ഈ വിദ്യാർത്ഥികൾ വീട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സമയം സ്കൂളുകളിലും കോളേജുകളിലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു സമൂഹമാണ് അധ്യാപക സമൂഹം. അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം ഗവൺമെന്റ് തുറന്നു നൽകണം. അത് ആ സ്വാതന്ത്ര്യം എന്ന് നഷ്ടപ്പെടുത്തിയോ അന്നു മുതൽ ഇതിന് കോട്ടം സംഭവിച്ചു. അതുകൊണ്ട് അവിടെ ഒരു തിരുത്തലുണ്ടാകണം. രണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും എനിക്കറിയാം, ഒന്നല്ലെങ്കിൽ വേറൊരു വിശ്വാസത്തിലുള്ളവരാണ്. ഹൈന്ദവ സഹോദരങ്ങളുണ്ടാകാം, മുസ്ലിം സഹോദരങ്ങളുണ്ടാകാം, ക്രൈസ്തവ സഹോദരങ്ങളുണ്ടാകാം. നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ ഈശ്വരനെ ആരാധിക്കുന്നവരാണ്, ഈശ്വരനെ ഭജിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ എന്ത് സംഭവിച്ചു? ഇന്ന് ഒത്തിരി കുടുംബങ്ങളിലും, ധാരാളം കുടുംബങ്ങളിലും ഈശ്വര പ്രാർത്ഥന നഷ്ടപ്പെട്ടു. അവിടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. പണത്തോടുള്ള ആസക്തിയുടെ പുറകെ ഓടുന്ന ഒരു ലോകമായി, സ്വന്തം കാര്യങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ഒരു ലോകത്തിന്റെ സാഹചര്യത്തിലെത്തിയപ്പോൾ തന്റെ കുടുംബത്തെ പറ്റിയുള്ള ബാധ്യത ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മാതാവേ, പിതാവേ, നിനക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നിന്റെ മക്കളെ ജാഗ്രതയോടെ സൂക്ഷിക്കുവാൻ, അവര് സ്കൂളിൽ പോയാൽ തിരിച്ചു വന്നാൽ അവനെ ശ്രദ്ധിക്കുവാൻ, അവനുണ്ടാകുന്ന മാറ്റങ്ങൾ വിലയിരുത്തുവാൻ, അവയെ മനസ്സിലാക്കുവാനുള്ള മനസ്സും സൗകര്യവും ഉണ്ടാകണം. മക്കളോട് സമയം പങ്കുവെക്കുവാൻ സാധിക്കണം. നമ്മൾ നെട്ടോട്ടം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്റെ മകൻ നിനക്ക് നഷ്ടപ്പെട്ടാൽ, നിന്റെ മകൾ നിനക്ക് നഷ്ടപ്പെട്ടാൽ, നീ നെട്ടോട്ടമോടി സമ്പാദിച്ചു എവിടെ, എന്ത് ലാഭം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പണം സമ്പാദിക്കേണ്ട എന്നല്ല, ജോലി ചെയ്യേണ്ട എന്നല്ല, ഇതെല്ലാം ആവശ്യമാണ്. നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ മക്കളെ ചേർത്തു പിടിക്കാൻ സാധിക്കണം. നമ്മളുടെ സുഖദുഃഖങ്ങൾ നമ്മുടെ മക്കൾ അറിയണം. നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്ന് ഇവിടെ വന്നു, കഴിഞ്ഞ തലമുറയുടെ ജീവിതത്തിന്റെ അവർ നേരിട്ട സാമ്പത്തികമായ ഞെരുക്കത്തെ പറ്റി നമ്മുടെ മക്കൾ അറിയണം. നമുക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റിയും നമ്മുടെ മക്കൾ അറിയണം. നമ്മളെന്താ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കൾ അറിയരുത്. ആവശ്യത്തിൽ കൂടുതൽ വാരിക്കോരി കൊടുത്ത് അവനെ കരുതേണ്ടതുപോലെ കരുതില്ല, അതിന് പകരം പണം കൊടുത്തവനെ കരുതുന്നു. അത് മാത്രം പോരാ, നിന്റെ സ്നേഹമാണ് ആവശ്യം. നീ ചേർത്ത് നിർത്തുകയാണ് ആവശ്യം. അവനെ തിരിച്ചറിയുകയാണ് ആവശ്യം. അവന് വേണ്ട സ്നേഹം നിന്റെ ഭവനത്തിൽ ലഭിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ സ്നേഹം കിട്ടുന്നിടം തേടിപ്പോകുന്നു. ഞാൻ കുറെ വർഷങ്ങൾ ആന്ധ്രയിൽ വേല ചെയ്തു. അവിടെ പകൽ സമയങ്ങൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയുമോ? ആ നാട്ടിൽ ഞാൻ നല്ലൊരു ഗ്രാമത്തിലാണ് അവർ പ്രവർത്തിച്ചത്. ആ ഗ്രാമത്തിൽ ആളുകൾ 1-2 ആളുകളായിരിക്കും ആ ഗ്രാമത്തിലെ 100 കണക്കിന് എരുമകളെ തീറ്റാനായിട്ട് പോകും. വൈകുന്നേരമാകുമ്പോൾ ഈ എരുമകളെ ഒന്നും വീട്ടിൽ കൊണ്ട് കയറ്റിവിടേണ്ട ആവശ്യമില്ല. അവരവരുടെ വീടിന്റെ പടിക്കലെത്തുമ്പോൾ ആ എരുമ അവന്റെ സ്വന്തം സ്ഥലത്തേക്ക് ചെന്ന് കയറുന്ന യജമാനെ തേടി ചെല്ലും. എന്നാൽ ചില എരുമ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ വീട്ടിൽ കയറാതെ അടുത്തുള്ള കൃഷി സ്ഥലത്തിൽ കയറി അവിടെ പോയി മേയും. ആ എരുമകളെ എന്ത് വിളിക്കുന്നറിയാമോ? ദൊങ്ക ബര എന്ന് പറയും. ബര എന്ന് പറഞ്ഞ എരുമയെന്ന്, ദൊങ്ക എന്ന് പറഞ്ഞ കള്ളത്തരമുള്ള എന്നർത്ഥം. കാരണം എന്താ? ആ എരുമയ്ക്ക് വൈകിട്ട് വീട്ടിൽ വന്നാൽ അതിനു വേണ്ട തീറ്റ അവിടെ കിട്ടുന്നില്ല, അതിനു വേണ്ട കാടി അവിടെ യജമാനൻ കൂട്ടി വെക്കാത്തത് കാരണം അവൻ തിരികെ അവിടെ ചെല്ലുന്നതിന് പകരം ആ എരുമ അടുത്ത കൃഷി സ്ഥലത്തിൽ കയറി മേയുന്നു, അവിടെ തീറ്റ തിന്നുന്നു. ഇതല്ലേ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? വേണ്ട സ്നേഹം, വേണ്ട ലഹരിയുടെ അനുഭവം. എന്താ ലഹരി? സ്നേഹത്തിന്റെ ലഹരി, ആ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ ലഹരി അവന് ലഭ്യമല്ലാതാകുമ്പോൾ അവൻ വേറെ ലഹരി തേടിപ്പോകുന്നു. എന്ത് ലഹരി? കൂട്ടുകാരിലൂടെ ലഭിക്കുന്ന, കെമിക്കലിലൂടെ ലഭിക്കുന്ന, മദ്യത്തിലൂടെ ലഭിക്കുന്ന, കഞ്ചാവിലൂടെ ലഭിക്കുന്ന, MDMA യിലൂടെ ലഭിക്കുന്ന ലഹരി.